ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി വെറ്റ്സ് ആൻഡ് പെറ്റ്സിലാണ്. ദേ അതിന്റെ ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എന്റെ വണ്ടിയിലാണ്. നമുക്ക് ക്രേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഡോഗിനെ കൊണ്ട് വന്നത് കേട്ടോ. നമ്മുടെ ട്രെയിനിങ് ഡോഗ് ആയിരുന്നു. അപ്പം ഇത് തലതിരിച്ചാ കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ഹോസ്പിറ്റല്. അപ്പൊ ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 എനിക്ക് അറിഞ്ഞൂടാ, 4-5 വർഷമായെന്ന് തോന്നുന്നു. അതിന് മുമ്പ് വരെ ഡോഗ്സിന് എന്തെങ്കിലും പറ്റുമ്പോഴത്തേക്ക് ഒരു എമർജൻസി കെയർ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തോട്ട് ഓടുമായിരുന്നു. ഒരു പതിവ് നോർമൽ ഒരു ശീലം. ഒരു തവണ നമ്മുടെ ടുണ്ടും മോളുടെ കാലിലൊരു ചെറിയ മുറിവ് വന്നിരുന്നു. ആ മുറിവ് കരിയും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവള് കിടന്ന് എവിടെയെങ്കിലും കളിക്കുമ്പോൾ അത് കൂടും, വീണ്ടും വരും, വീണ്ടും കൂടും, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു തവണ അന്ന് എറണാകുളത്ത് കൊച്ചിന് അല്ലെങ്കിൽ ഫെലിക്കൺ മാത്രമായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹരിപ്പാട് ഉണ്ടായിരുന്നു. ഹരിപ്പാടിൽ നമ്മുടെ ഹരി ഡോക്ടർ ഉണ്ടായിരുന്നു. മാവേലിക്കര വെറ്റിനറി ഹോസ്പിറ്റലിൽ ഹരി ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഹരി ഡോക്ടറെ സാധാരണ ഒരുമാതിരിപ്പെട്ടവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. ഹരി ഡോക്ടർ നന്നായിട്ട് ഡോഗ്സിനെ നോക്കുമായിരുന്നു. ഹരി ഡോക്ടറും പിന്നീട് പുറത്തോട്ട് എവിടെയോ പോയി. സാറിന് എന്തോ ഇത് കിട്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി പുറത്തോട്ട് പോയതിന് ശേഷം ശരിക്കും ഞങ്ങളൊക്കെ പെട്ടുപോയിരുന്നു. ഇവനെ ഉണ്ണൂനെയൊക്കെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ അവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് റോട്ടിനെയും കൊണ്ട്, അതായത് നമ്മുടെ ഇവനെയും ഡുണ്ണൂനെയും ഒക്കെ കൊണ്ട് ഇവൻ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ പോലും ഇമാതിരി ഡോഗ്സിനെയൊക്കെ ആരെങ്കിലും വളർത്തുവോ എന്ന് വരെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇതിനെയൊക്കെ ആരെങ്കിലും വളർത്തുവോ കൊച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. റോട്ട് വീലേഴ്സ് ഇപ്പോഴും റോട്ട് വീലറിനെയൊക്കെ പറ്റി വെച്ചിട്ട്, റോട്ട് വീലർ ഏറ്റവും ചെറുതാണ്. അതിന് ഇപ്പം കുറെ അതിന് മേലെ കുറെ വന്നിട്ടുണ്ട്. മല്ലോയിസ്, കനക്കോർസോയും അതും ഇതും ഒക്കെ ആയിട്ട് കടിക്കുന്ന ഡോഗ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും റോട്ടിനെയൊക്കെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് വളരെ ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഡുണ്ടുനൊക്കെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഓപ്ഷന്. അപ്പൊ ഏതോ ഒരു ദിവസം നമ്മൾ എറണാകുളത്ത് പോയ സമയത്ത് ഹർത്താൽ, പിറ്റേ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചു. അതായത് ഇന്നത്തെ ദിവസം അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 9 മണി 10 മണിയായപ്പോൾ ഡുണ്ടുമോളുടെ കാലിൽ നിറയെ ഈ ഒരു മുറിവില് ഈച്ച മുട്ടയിട്ടിട്ട് പുഴുവിനെ കണ്ടു. ഇപ്പൊ ഞാനത് ട്രീറ്റ് ചെയ്യും. അന്ന് എനിക്കത് ട്രീറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു. കാരണം നമുക്ക് കുഞ്ഞു പോലെ വളർത്തുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അറിയത്തുമില്ല. അപ്പൊ ടെൻഷനും ഇതും എല്ലാം കൊണ്ട് ഈ പുഴുവിനെ ഇങ്ങനെ കണ്ടിട്ട് പുഴു ഇങ്ങനെ ഞൊരക്കാണ് ആ ഒരു ചെറിയ മുറിവിൽ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ പെട്ടുപോയൊരവസ്ഥയിൽ പിറ്റേ ദിവസം രാത്രിയാണ്, പിറ്റേ ദിവസം ഹർത്താലാണ്, ആലപ്പുഴ ജില്ലയിൽ ഹർത്താല്. അതായത് നമ്മൾ ഇന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് പെട്ടു, തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രാത്രി 10 മണിയോളം ആയപ്പോഴത്തേക്ക് ഡുണ്ടുനെയും കൊണ്ട് കൊച്ചിനിലോട്ട് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ഒക്കെ വന്നത്. അപ്പം നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്, വൺസ് ഒക്കെ ഉണ്ട്, 1-2 ഹോസ്പിറ്റലിൽ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് ഇത് വന്ന് നമുക്ക് കിട്ടിയ ഒരു ആശ്വാസം ഭയങ്കര ഇതായിരുന്നു. എമർജൻസി കെയറുകളെല്ലാം ചെയ്യുന്നത് സ്റ്റിച്ചിങ്, ഞാനൊരു നേഴ്സാണ്. സ്റ്റിച്ചിങ് ഒക്കെ അത്യാവശ്യം അറിയാമെങ്കിലും നമ്മുടെ ഒരു കുഞ്ഞിന് അത് വരുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൈയൊക്കെ വിറയ്ക്കും. അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥ. എന്റെ ഇവയൊക്കെ ആണെങ്കിൽ എവിടെ മുറിയാവോ അവിടെ എല്ലാം കയറി മുറിവും ഒരു 4-5 സ്റ്റിച്ചുള്ള മുറിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയം അത്. ആ സമയത്ത് ഇവിടെയൊന്നും ആരുമില്ല. എന്റെ കയ്യിൽ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ കരഞ്ഞും നിലവിളിച്ചും സങ്കടം കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതിപ്പം നിലവിൽ നമ്മൾ വെറ്റ്സ് ആൻഡ് പെറ്റ്സിലാണ് എല്ലാത്തിനും വരുന്നത്. അപ്പം ഇവിടെയുള്ളവർക്കൊക്കെ അറിയുന്നതാവും. ജസ്റ്റ് ഞാനൊരു ഇൻഫർമേറ്റീവ് പോസ്റ്റ് പോലെ ഇട്ടതാണ്. അറിയാത്തവർക്കാണെങ്കിൽ വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ഇവിടെ, ഇത് കരുനാഗപ്പള്ളിയിലാണ്. നിലവിൽ നമ്മൾ ചാരുമൂടിൽ പോകും. നമുക്ക് നമ്മുടെ കായംകുളത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ എമർജൻസി കെയറുകളൊക്കെ ചെയ്യും. പക്ഷെ അത്യാവശ്യം കുറച്ചുകൂടെ വലിയ ടെസ്റ്റുകള് റിസൾട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ ഞാൻ. ഒരു അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം. കാരണം ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് ഞാൻ എന്റെ പെറ്റിനെ കൊണ്ട് കിടന്ന് കുറേ അനുഭവിച്ചതാ. ഒരു അന്നൊന്നും എനിക്കൊരു ഫ്ലൂയിഡ് പോലും ഇവർക്ക് ഇടാൻ അറിയില്ലായിരുന്നു മീൻസ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അവസ്ഥയാണ് എന്നെ അങ്ങനെ ആക്കിയത്. അന്ന് ഇവിടെ എന്നും ഒരു ഹോസ്പിറ്റലില്ല, ഒരു ഡോക്ടേഴ്സും ഇല്ല, കൊണ്ടുപോകാനും പറ്റില്ല, ഫ്ലൂയിഡ് ഇടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ സ്വയമാണ് അവർക്ക് ശരിക്കും ഫ്ലൂയിഡ് ഇട്ടും മരുന്ന് കൊടുത്തും ഒക്കെ പഠിച്ചത്. പക്ഷെ ഇപ്പോഴും എന്നാലും നമുക്ക് എമർജൻസിക്ക് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഒരു എമർജൻസി സിസേറിയൻ സെക്ഷന് അല്ലെങ്കിൽ ഒരു എമർജൻസി മുറിഞ്ഞിട്ടൊരു വൂണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കരുനാഗപ്പള്ളി വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ആണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വന്നപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി, കഥയ്ക്കുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമാണത്. അപ്പോൾ അവർ പറഞ്ഞു ഡോഗിനെ ഇവിടെ ഇറക്കണ്ട, നല്ല ചൂടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ഇട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹോസ്പിറ്റൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണം ആ സമയത്ത് ഞാൻ ഏകദേശം 5-6 പേരെ നിരത്തി വിളിക്കും, വെറ്റിനറി ഡോക്ടർ ഏതാണ്, വെറ്റിനറി ഹോസ്പിറ്റൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഒക്കെ എൻ്റെ
ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം ഇട്ടതൊരു പോസ്റ്റാണ്. അറിയാവുന്നവർ വിട്ടേക്കുക, ഇനി അറിയില്ല ഇതിനൊന്നും ആവശ്യമില്ലാത്തവരും വിട്ടേക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. കരുനാഗപ്പള്ളിയിൽ വെറ്റ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഇത് ചാരുമൂട്ടിലും ഉണ്ട് കേട്ടോ. ചാരുമൂട്ടിൽ ഞങ്ങൾക്ക് അടുത്താണ്, പക്ഷെ അതിനെക്കാട്ടി ഫെസിലിറ്റി കൂടുതൽ ഇവിടെയാണ്. പക്ഷെ നമുക്കൊരു എമർജൻസി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ചാരുമൂട്ടിലും പറ്റും.